1766 സ്വീഡനിലാണ് ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആ നിയമം നിലവിൽ വരാൻ 2.5 നൂറ്റാണ്ടിലേറെ സമയമെടുത്തു. 2005 ജൂൺ 15-നാണ് വിവരാവകാശ നിയമം പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ചത്. ജൂൺ 22-ന് അത് പാർലമെന്റ് അംഗീകരിച്ച് അതേ വർഷം ഒക്ടോബർ 12-ന് രാജ്യത്തെ നിയമം പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) അനുസരിച്ച് അറിയാനുള്ള പൗരന്റെ അവകാശം മൗലിക അവകാശങ്ങളിൽ ഒന്നാണ്. സുതാര്യത, ഉത്തരവാദിത്തം, അഴിമതി നീക്കം ചെയ്യൽ, ഗവൺമെന്റും പൗരനും തമ്മിലുള്ള പങ്കാളിത്തം എന്നിവയൊക്കെയാണ് നിയമത്തിന്റെ ലക്ഷ്യം. വിവരാവകാശ നിയമം എന്ത്, എങ്ങനെ എന്നും നിയമത്തിലെ പ്രധാന വകുപ്പുകൾ ഏതൊക്കെയെന്നും പരിശോധിക്കാം. ഏതൊക്കെയാണ് വിവരങ്ങൾ? വിവരാവകാശ നിയമം സെക്ഷൻ 2 പ്രകാരം വിവരമെന്നാൽ രേഖകളും പ്രമാണങ്ങളും ഇമെയിലുകളും അഭിപ്രായങ്ങളും പ്രസ്താവനകളും സർക്കുലറുകളും ഉത്തരവുകളും ലോഗ് ബുക്കുകളും കരാറുകളും റിപ്പോർട്ടുകളും പേപ്പറുകളും സാമ്പിളുകളും മോഡലുകളും ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയലും തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന വിവരവും ഉൾപ്പെടുന്ന ഏത് രൂപത്തിലുമുള്ള ഏതൊരു വസ്തുവും എന്നാണ്. ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളിൽ നിന്നും വിവരാവകാശം വഴി രേഖകൾ കരസ്ഥമാക്കാൻ അർഹതയുണ്ട്. ആർക്കൊക്കെയാണ് അറിയാനുള്ള അവകാശം? സെക്ഷൻ 3 അനുസരിച്ച് ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഓരോ ഇന്ത്യൻ പൗരനും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. സെക്ഷൻ 4(1) പ്രകാരം എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളിലെ പൊതു അധികാരികളിൽ നിന്ന് മാത്രമേ പൗരന് വിവരങ്ങൾ ലഭ്യമാക്കാനാവൂ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പറ്റില്ല. ഇനി ഈ വിവരങ്ങൾ സ്ഥാപനത്തിൽ ഇല്ലെങ്കിലോ? അപേക്ഷകൻ ആവശ്യപ്പെട്ട ഏതെങ്കിലും വിവരം മേലുദ്യോഗസ്ഥന്റെ പക്കലാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ഡീംസ് ആയി പരിഗണിച്ച് അദ്ദേഹത്തിൽ നിന്ന് സഹായം തേടാം. സെക്ഷൻ 5(5) 4 ഉപവകുപ്പ് പ്രകാരം അതത് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ അത്തരം വിവരങ്ങൾ നൽകാൻ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശവും നിയമപരമായ സഹായവും നൽകണം. ഇനി ഇത് എങ്ങനെ അപേക്ഷിക്കണം? സെക്ഷൻ 6(1) ആക്ട് പ്രകാരം ഏതെങ്കിലും വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ലിഖിതമായോ ഇലക്ട്രോണിക് മാധ്യമം വഴിയോ അപേക്ഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ നിർണയിക്കപ്പെട്ടിട്ടുള്ള ഫീസ് സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. എഴുതി നൽകുന്ന അപേക്ഷയിൽ 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിക്കണം. സെക്ഷൻ 6(3) പ്രകാരം വിവരത്തിനായി പൊതു അധികാര സ്ഥാനത്തിന് അപേക്ഷ നൽകിയ ഇൻഫർമേഷൻ ഓഫീസറുടെ പക്കൽ ആ വിവരമില്ലെങ്കിൽ 6(3) നിന്നാണോ കിട്ടുന്നത് അവർക്ക് അപേക്ഷ അയച്ചു കൊടുക്കും. വിവരം 5 ദിവസത്തിനകം അപേക്ഷകനെ അറിയിക്കണമെന്നാണ് ചട്ടം. തീർപ്പാക്കൽ കാലാവധി എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൻ 7(1) പ്രകാരം വിവരാവകാശ നിയമം അനുസരിച്ചുള്ള അപേക്ഷയിന്മേൽ കഴിയുന്നത്ര വേഗത്തിലും എന്നാൽ പരമാവധി 30 ദിവസത്തിനുള്ളിലും മറുപടി നൽകണം. അധികൃതർ നിർണ്ണയിക്കുന്ന ഫീസ് അടച്ച് രേഖകളുടെ പകർപ്പ് അപേക്ഷകന് കൈപ്പറ്റാം. അതേസമയം അപേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അധികൃതർ അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനകം നൽകണം. ഈ പ്രധാന വിവരം എല്ലാ പൗരന്മാരും തിരിച്ച് അറിഞ്ഞിരിക്കണം. സെക്ഷൻ 7(3) അനുസരിച്ച് പേജ് 1-ന് 3 രൂപയാണ് അടയ്ക്കേണ്ടത്. വിവരാവകാശ അപേക്ഷ നൽകി 30 ദിവസം കഴിഞ്ഞാണ് വിവരങ്ങൾ നൽകുന്നത് എങ്കിൽ വിവരങ്ങൾ സൗജന്യമായി നൽകണം എന്നാണ് വ്യവസ്ഥ. നൽകാനാവാത്ത വിവരങ്ങളും ഉണ്ടാകും. സെക്ഷൻ 8(a) അനുസരിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും തന്ത്രപ്രാധാന്യത്തെയും ശാസ്ത്രീയ സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അതുപോലെ കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരങ്ങൾ അധികൃതർ വെളിപ്പെടുത്തില്ല. സെക്ഷൻ 8(b) പ്രകാരം നിയമകോടതികളിലോ ട്രിബ്യൂണലുകളിലോ പ്രസിദ്ധീകരണം നിരോധിച്ചിട്ടുള്ളതോ വെളിപ്പെടുത്തൽ കോടതിയലക്ഷ്യമാകുന്ന രേഖകൾ ലഭിക്കില്ല. സെക്ഷൻ 8(e) അനുസരിച്ച് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രേഖകൾ ലഭിക്കില്ല. അതായത് ഒരു അഡ്വക്കേറ്റും കക്ഷിയും തമ്മിലുള്ളതും ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ളതുമായ രഹസ്യ രേഖകൾ മൂന്നാം കക്ഷിക്ക് ലഭിക്കില്ല. സെക്ഷൻ 8(j) പ്രകാരം വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടത് ഇല്ല. സർവീസ് റെക്കോർഡ്സിലെ വ്യക്തിഗത വിവരങ്ങൾ മൂന്നാം കക്ഷി വിവരം വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച തത്വങ്ങൾ കർശനമായി പാലിച്ച് മാത്രമേ വെളിപ്പെടുത്താനാവൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പകർപ്പവകാശമുള്ള രേഖകൾ ലഭിക്കില്ല.
സെക്ഷൻ 9 പ്രകാരം വ്യക്തിക്ക് പകർപ്പവകാശമുള്ള രേഖകൾ വിവരാവകാശ നിയമത്തിന് കീഴിൽ വരില്ല. അത്തരം അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും. വിഭജിച്ച് നൽകും. സെക്ഷൻ 10(1) പ്രകാരം അപേക്ഷകൾ 5 വിവരങ്ങൾ ചോദിച്ചതിൽ 3 എണ്ണം നൽകാവുന്നതും 2 എണ്ണം നൽകാൻ കഴിയാത്തതുമാണെങ്കിൽ രേഖകൾ വിലയിരുത്തി വിഭജിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരം എങ്ങനെ ലഭിക്കും? സെക്ഷൻ 11(1) അനുസരിച്ച് ഒരു മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതായി ബന്ധപ്പെട്ട രേഖകൾ അപേക്ഷ ലഭിച്ച 5 ദിവസത്തിനകം അധികാരികൾ വ്യക്തിയെ കത്തു മുഖേനയോ നേരിട്ടോ ബന്ധപ്പെട്ട് അപേക്ഷയെക്കുറിച്ച് ധരിപ്പിച്ച് അയാളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷകന് രേഖകൾ നൽകൂ. അല്ലാത്ത പക്ഷം അത് നിരസിക്കുന്നതായിരിക്കും. അപൂർണവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ. അപൂർണമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അപേക്ഷകന് 1ാം അപ്പീൽ നൽകുന്നതിന് മുൻപ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നേരിട്ട് പരാതി നൽകാം. ഇത്തരം സാഹചര്യത്തിൽ കമ്മീഷന് കക്ഷിയെയും സാക്ഷിയെയും വിളിച്ചു വരുത്താൻ സാധിക്കും. രേഖകൾ പരിശോധിക്കാം. ഈ സമയം കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരമായിരിക്കും ഉണ്ടാവുക. ആദ്യ അപ്പീൽ. സെക്ഷൻ 19(1) അനുസരിച്ച് അപേക്ഷിച്ച് 30 ദിവസങ്ങൾക്കുള്ളിൽ മറുപടി ലഭിക്കാത്ത പക്ഷം നിർദ്ദേശിച്ചിട്ടുള്ള ഉയർന്ന പദവിയിലുള്ള ഓഫീസർക്ക് ആദ്യ അപ്പീൽ നൽകാം. സെക്ഷൻ 19(3) പ്രകാരം 90 ദിവസത്തിനുള്ളിൽ അപ്പീലിന് മറുപടി കിട്ടാതെ വന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നേരിട്ട് പരാതി നൽകാം. ഇനി എന്തൊക്കെയാണ് പിഴ ശിക്ഷകൾ? വിവരം നൽകുന്നതിൽ കാലതാമസം വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പിഴ ശിക്ഷയ്ക്ക് അർഹനാണ്. ഒരു ദിവസത്തേക്ക് 250 രൂപയും അങ്ങേയറ്റത്തെ ശിക്ഷ 25,000 രൂപയുമാണ്. അച്ചടക്ക ശുപാർശ. സെക്ഷൻ 20(2) അനുസരിച്ച് നിരന്തരം അപേക്ഷ നിരസിക്കുന്ന, തെറ്റായി രേഖകൾ നൽകുന്ന ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ബാധകമായ സർവീസ് ചട്ടങ്ങൾ പ്രകാരം ശിക്ഷാ നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരമുണ്ട്. ഉത്തമ വിശ്വാസത്തിലെടുത്ത നടപടിക്ക് സംരക്ഷണമുണ്ട്. സെക്ഷൻ 21 പ്രകാരം ചട്ടത്തിന്റെ കീഴിൽ ഉത്തമ വിശ്വാസത്തിൽ ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ കാര്യങ്ങൾക്ക്, അതായത് ഒരു വിവരം കൊടുത്തു എന്നതിന്റെ പേരിൽ വ്യക്തിക്കെതിരെ ശിക്ഷാ നടപടി എടുക്കാനും കഴിയില്ല. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.